Hi all, welcome to I Plus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് പെഡഗോജിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റീസെൻ്റ് ആയിട്ടുള്ള സീറ്റഡ് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും എന്താണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് വരുന്ന സമയത്ത് മറ്റ് സെക്ഷനുകൾ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പെഡഗോജി. പക്ഷേ പലരും എന്ത് ചെയ്യാറുണ്ട്, ഈ ഏരിയ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടെത്തി അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമയം ലാഭിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ എന്താണ് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ പെഡഗോജി എന്താണ്, ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്കുണ്ടെങ്കിൽ അതിനെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള 5 ചോദ്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഈ 5 ചോദ്യത്തിൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലോട്ട് പെഡഗോജി കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ്. അതിനെ നമ്മൾ ഓരോ സബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മാത്തമാറ്റിക്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള 5 ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, which one of the following is the most appropriate feature of mathematics textbook at elementary level? എലമെൻ്ററി ലെവൽ സ്റ്റുഡൻസിനുള്ള മാത്തമാറ്റിക് ടെസ്റ്റിൻ്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? അപ്പോൾ 4 ഓപ്ഷൻ തരുന്ന സമയത്ത് ചില സമയത്ത് എന്താണ് ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നവ ഏതൊക്കെയാണ്? Concept should be presented from concrete to abstract. The language of the book must be highly precise and technical. Books must contain a lot of similar questions to practice. Concept should be presented from complex to simple. Most appropriate ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, concept should be presented from concrete to abstract. അറിയാവുന്ന, നല്ല രീതിയിൽ കോൺക്രീറ്റ് ആയിട്ട് അറിയാവുന്ന കൺസെപ്റ്റുകളിൽ നിന്ന് അബ്സ്ട്രാക്റ്റ് അറിയാത്തവർക്ക് അത്ര എന്താണ് തൊട്ടും കണ്ടും പരിചയമില്ലാത്ത കാര്യത്തിലേക്ക് പോവുക, അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോവുക. The language of the book must be highly precise and technical. വളരെ പ്രിസൈസ് ആയിട്ട് വാരി വലിച്ചൊന്നും എഴുതാതെ വളരെ കുറച്ച് വാക്കുകളിൽ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് എഴുതുക. Then books must contain a lot of similar questions to practice. Similar questions തന്നെ വീണ്ടും similar questions തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. Concept should be presented from complex to simple. കോംപ്ലക്സ് കൺസെപ്റ്റിൽ നിന്ന് സിമ്പിളിലോട്ട് പറയുക. അപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞില്ലേ? എന്താണ് ഉത്തരം? The concept should be present from concrete to abstract. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, കോൺക്രീറ്റ് കൺസെപ്റ്റുകൾ. അതിൽ നിന്ന് അറിയാത്ത കൺസെപ്റ്റുകളിലേക്ക് പോകാം. നോൺ ടു അൺനോൺ ആണല്ലേ നമ്മൾ കൊടുക്കേണ്ടത്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആണ്. അതുപോലെ ഇവിടെ എന്തായിരിക്കണം, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. അതായത് ടെക്നിക്കലായിട്ടും പ്രിസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആവശ്യമില്ല. പിന്നെ എന്താണ് ആവശ്യം, സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് കുട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാം, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ എന്താ ആൻസർ വരിക? കൺസെപ്റ്റ് ഷുഡ് ബി പ്രസന്റഡ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, which of the following is used to record students problem solving ability, measurement ability and experimentation ability? 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി, മെഷർമെൻറ്റ് എബിലിറ്റി, മെഷർ ചെയ്യാനുള്ള എബിലിറ്റി, എക്സ്പെരിമെൻറ്റേഷൻ എബിലിറ്റി. ഇതിനെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് എവിടെയാണ്? ടീച്ചർ ഡയറി, ക്യുമുലേറ്റീവ് റെക്കോർഡ്, റിപ്പോർട്ട് കാർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നോക്കണം. ടീച്ചർ ഡയറിയും റിപ്പോർട്ട് കാർഡും ഒക്കെ എന്താണ് നമുക്കതിലുണ്ട് എന്ന് തോന്നിയേക്കാം. പക്ഷേ എന്താണ് ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 ഉത്തരങ്ങളിൽ നമ്മൾ വന്ന് നിൽക്കാം, ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും. പ്രീവിയസ് ഇയർ ആൻസർ കീ പ്രകാരം ഏറ്റവും ആപ്റ്റ് ക്യുമുലേറ്റീവിനേക്കാൾ ആപ്റ്റായിട്ട് പറയുന്നത് എന്താണ്? അനക്ഡോട്ടൽ റെക്കോർഡാണ്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രത്യേക സംഭവം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോബ്ലം കുട്ടി സോൾവ് ചെയ്തു, അതൊരു സംഭവം ആണല്ലേ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുന്നു. സിമിലർലി ഒരു കാര്യം മെഷർ ചെയ്യുന്നു, അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി, എക്സ്പെരിമെൻ്റ് എബിലിറ്റി, ഈവൻ ഇറ്റ് ബി സക്സസ് ഓർ ഫെയിലർ, ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് ഫെയിലർ ആവാം അല്ലെങ്കിൽ സക്സസ് ആവാം, എന്തോ ആയിക്കോട്ടെ. ആ ഒരു പർട്ടിക്കുലർ വിവരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അവിടെ എന്താ നമുക്ക് പറയാം, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയാം. ഇപ്പോൾ മാത്സിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജനറലായിട്ട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് is used to record students problem solving ability മാത്രം വെച്ച് മെഷർമെൻ്റ് ഒന്നും വെക്കുന്നില്ല. മെഷർമെൻറ്റ് വന്നപ്പോൾ മാത്സ് വന്നില്ലേ, വേണ്ട, പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയുടെ കാര്യമൊക്കെ വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സയൻസിലോ സോഷ്യലിലോ ഒക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലാംഗ്വേജിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടും ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യം,
Many occupations such as accountancy, banking, shopkeeping, tailoring, etc. require mathematics directly or indirectly. This is an explanation of dash value of mathematics. അപ്പോൾ നമ്മൾ നോക്കിക്കേ, പലപ്പോഴും നമ്മളടക്കം പലരും പരാതി പറയുന്ന കാര്യമാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ മാത്സിൽ ഞാൻ എന്തിനാണ് പഠിച്ചത്, ഇതൊക്കെ എവിടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ എന്താണ് പല നമ്മുടെ ലൈഫിനും പല ഘട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാത്സിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ എന്താണ് ബേസിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറേ കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്താണ്, തീർച്ചയായിട്ടും മാത്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അക്കൗണ്ടൻസി നോക്കിയാലും ബാങ്കിങ് നോക്കിയാലും ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമ്മളൊരു കട നടത്തുമോ അല്ലെങ്കിൽ നമ്മൾ ടൈലറിങ് ഷോപ്പ് നടത്തും, അവിടെയൊക്കെ എന്താണ് മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മാത്സിൻ്റെ എന്ത് വാല്യൂ എന്നാണ് പറയുന്നത്, എന്ത് വാല്യൂ ആണ്, പ്രൊഫഷണൽ, ഡിസിപ്ലിനറി, കൾച്ചറൽ, യൂട്ടിലിറ്റേറിയൻ. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ പറയുന്ന ബാങ്കിങ് നോക്കിയാലും അക്കൗണ്ടൻസി നോക്കിയാലും ഷോപ്പ് കീപ്പിംഗ് നോക്കിയാലും ടൈലറിങ് നോക്കിയാലും ഒക്കെ എന്താണ് മാത്സിനെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നുണ്ട്, അത് യൂസ്ഫുൾ ആക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് എന്ത് വാല്യൂ ആണ്, യൂട്ടിലിറ്റേറിയൻ വാല്യൂ ആണ്. ആ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നു, ഉപയോഗമുള്ള ഒന്നാണ് അല്ലേ. അപ്പം അത് വളരെ അത്യന്താപേക്ഷിതവുമാണ്, ഉപയോഗമുള്ളതുമാണ്. അപ്പം അതിന് എന്ത് പറയും, യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്ന് പറയും. അടുത്ത ചോദ്യം, the effective measure of cultivating larger sensitivity towards learning of mathematics is. ഇപ്പോൾ കുട്ടികളിൽ എന്താണ് മാത്തമാറ്റിക്സിനുള്ള മേഖലയിൽ പഠിക്കാനായിട്ട് ആ ഒരു വിഷയത്തിനോട് എന്താണ് സെൻസിറ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടാവുക, അതിനെ എന്താണ് കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കാനുള്ള മനസ്സുണ്ടാവുക, ഇതൊക്കെ എപ്പോഴാണ്, to relate the subject matter to the learner's field of experience, to inquire about the previously acquired knowledge in relation to what is being taught, to make learners acquainted with the application of concepts more preferably in daily life situation, all of the above. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം, ചിലപ്പോൾ എന്താണ് മൂന്നും ശരിയാകാം, അതുകൊണ്ടാണ് all of the above വന്നത്. ഒന്നാമത്തെ നോക്കിക്കേ, to relate സബ്ജക്റ്റ് മാറ്റർ ദ ലേണേഴ്സ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ സബ്ജക്റ്റ് മാറ്ററിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ലേണറിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്, എന്താ കടയിൽ പോയിട്ട് 3 മിഠായി വാങ്ങിയപ്പോഴത്തേക്ക് 5 രൂപ കൊടുത്തു, ബാക്കി എത്ര രൂപ തരും എന്ന് പറയുമ്പോൾ 5 - 3 2 എന്ന് കുട്ടി കണ്ടെത്തുന്നത് എന്താണ്, കുട്ടിക്ക് കടയിൽ നിന്ന് മിഠായി വാങ്ങുന്ന കാര്യം അറിയാം. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു സബ്ജക്റ്റ് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയല്ല, സബ്ജക്റ്റിലേക്ക് എന്ത് കിട്ടുന്നു, ഒരു എക്സ്പോഷർ കിട്ടുന്നു. സിമിലർലി എൻക്വയറി അബൌട്ട് ദ പ്രീവിയസ്ലി അക്വൈൻറ്റഡ് നോളജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, പ്രീവിയസ്ലി അക്വൈൻറ്റഡ് നോളജ് അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മുന്നറിവുകൾ എന്ന് നമ്മൾ പറയാം. ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു, എന്ത് പഠിച്ചു അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അഡീഷൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ല നേരെ പോയി മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റുമോ, ഡിവിഷൻ പഠിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെ എന്താണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള ഓർഡറിൽ എന്ത് ചെയ്യുന്നു, പഠിച്ചു പോകുന്നു. അപ്പം ഒന്നറിയാമെങ്കിലാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ എന്താണ് ബേസിക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ പിന്നെ അങ്ങോട്ട് ഫ്രാക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്താ ഡെസിമൽസ് ആവട്ടെ, റാഷണൽ നമ്പർ ആവട്ടെ, ഇറാഷണൽ നമ്പർ ആവട്ടെ, റിയൽ നമ്പർ ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ബേസ് ഉണ്ടാവണം. ആ ബേസിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, അടുത്ത കാര്യങ്ങൾ പഠിക്കുക. Then to make learners acquainted with the application of concept more preferably in real life situation. Almost 1 and 3 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് സിമിലാരിറ്റി ഉണ്ടല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്സ് മോർ പ്രിഫറബിളി ഇൻ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ, എടുത്ത് പറഞ്ഞുള്ള കടയിൽ പോകുന്ന ആ ഒരു കണക്കം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാനുള്ള ദൂരം ഇത്ര കിലോമീറ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരം 5 കിലോമീറ്റർ, അപ്പോൾ തിരിച്ചും എത്ര തന്നെയായിരിക്കും, 5 കിലോമീറ്റർ. ടോട്ടലി എന്ത് വരുന്നുണ്ട്, 10 കിലോമീറ്റർ എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അവിടെ കുട്ടിക്ക് കാര്യങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.
അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങളും വരുന്നത് കൊണ്ട് all of the above തന്നെയാണ് ആൻസർ വരിക. Then which of the following represent the most important capabilities of learners to be assessed in mathematics? Most important ആയിട്ടുള്ള capability. ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സ് അസസ് ചെയ്യുന്ന സമയത്തും ലേണറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട എന്ത് കാര്യമാണ് അസസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. Ability to use abstraction to perceive relationships, ability to memorize all the formula given in the textbook, ability to apply mathematical concept to solve problems related to daily life situation, ability to score full mark in mathematics. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് എന്താണ് പെഡഗോജി എന്താണെന്നും എന്തിനാണ് പഠിപ്പിക്കുന്നതെന്നും എന്തിനാണ് പഠിക്കുന്നതെന്നും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളെ അപ്ലൈ ചെയ്യാനും അങ്ങനെ പ്രോബ്ലംസ് ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ സോൾവ് ചെയ്യാനുമാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യേണ്ടത് സാധിക്കേണ്ടത് അല്ലേ. അല്ല കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് പരീക്ഷയ്ക്ക് 100-ൽ 100 പക്ഷേ ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സിന് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. അപ്പം നമ്മൾ പഠിച്ച കാര്യത്തെ എന്ത് ചെയ്യണം? അത് ഉപയോഗിച്ചുണ്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലെല്ലാം കണക്കുകളുണ്ടല്ലോ. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അവിടെ ഒരു കണക്കുണ്ട്. ആ കണക്കിലൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് തകർന്ന് വീഴും. പാലം പണിയുമ്പോൾ ഈ കണക്കിലൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പാലം തകർന്ന് വീഴും. അപ്പോൾ എല്ലാം എന്താണ് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലോട്ട് പഠിച്ച അറിവുകളെ എന്ത് ചെയ്യണം കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാതെ എന്താണ് കുറേ അബ്സ്ട്രാക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ബന്ധങ്ങൾ മനസ്സിലാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എന്താണ് ഫോർമുലാസ് കാണാപ്പാഠം പഠിക്കാനോ അതോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാനോ അല്ല. പഠിച്ച അറിവുകളെ റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കണം. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് പഠിച്ചാലും അതിൻ്റെ ലക്ഷ്യം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഉത്തരം നമ്മളെത്തി. സീറ്റഡ് ക്വസ്റ്റ്യൻസിലെ ഒരു ചെറിയ ഒരു ട്വിസ്റ്റാണ്. എന്താണ്ട് ഇത്തരത്തിൽ ഓപ്ഷൻസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് 2 കാര്യങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏതാണ്? സി എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി സി ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സി ഉള്ള ഓപ്ഷൻ ആണെങ്കിൽ 2 ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. സി എന്നുള്ള 2 ആൻസർ എ ആൻഡ് സി ഉണ്ട്, ബി സി ആൻഡ് ഡി ഉണ്ട്. ഇനി ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ബി എന്നുള്ള ഓപ്ഷൻ വരുമോ വരത്തില്ലയോ. ബി എന്നുള്ള ഓപ്ഷൻ എന്തായിരുന്നു? എബിലിറ്റി ടു മെമ്മറൈസ് ഓൾ ദ ഫോർമുലാസ് ഗിവൺ ഇൻ ടെക്സ്റ്റ് ബുക്ക്. ഒരിക്കലും കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി നമ്മുടെ പുതിയ പെഡഗോജിക്കൽ അപ്രോച്ചിലില്ല. റോട്ട് ലേണിംഗ് ഇല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഒരു കാര്യവും നമ്മൾ എന്താണ് കാണാതെ പഠിക്കാനായിട്ടുള്ള നിർബന്ധം പറയുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബി എ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് എയും കൂടെ ഉണ്ട്. അബ്സ്ട്രാക്ഷൻ ടു പ്രിസീവ് റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച അബ്സ്ട്രാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങൾ കണ്ടെത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് 2 ആൻസേഴ്സ് വരും. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആപ്റ്റായിട്ട് എന്താ റിയൽ ലൈഫ് സിറ്റുവേഷൻ കൊടുക്കാം. ഒന്നിലധികമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാധാന്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എ ആൻഡ് സി ആണ് ആൻസറായിട്ട് കിട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.